ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹരിദ്വാറാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഹിന്ദുക്കളുടെ പുണ്യ നഗരമാണ്. ഗംഗാനദിയിലെ ആരതിയാണ് ഇവിടെ പ്രസിദ്ധമാണ്, വളരെ പ്രസിദ്ധമാണ് ഗംഗാനദിയിലെ ആരതി. ഹരിദ്വാർ എന്നാൽ ദൈവത്തിലേക്കുള്ള വഴി അഥവാ സ്വർഗ്ഗകവാടം എന്നറിയപ്പെടുന്നു. 3 നദികളുടെ സംഗമസ്ഥാനമായി ആണ് ഇവിടാണ് ഇത് കാണുന്ന നദിയാണ് കാണുന്നുണ്ട്. 3 നദികളുടെ സംഗമസ്ഥാനമാണ് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം. 3 നദികളും വന്ന് ചേരുന്ന സ്ഥലമാണിത്. അത് ഈ വീഡിയോയിൽ കാണുന്നതാണ്. അതായത് ഗംഗോത്രിയിലെ ഗോമുഖ വിമാനത്തിൽ നിന്ന് 253 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ നദി ഉത്തരേന്ത്യയിലെ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഇടമാണ് ഹരിദ്വാർ. 3 നദികളുടെ സംഗമം തന്നെയാണ് ഇതിൻ്റെ പ്രൗഢി. പ്രാചീന നഗരമാണിത്. ഗംഗാദ്വാര എന്ന പേരിൽ ഉണ്ട്. ക്ഷേത്രങ്ങളാലും ആശ്രമങ്ങളാലും നിറഞ്ഞ നഗരം. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അനുഭവപ്പെടുന്നത്. ഒരു ആത്മീയ അന്തരീക്ഷം. അത് പറഞ്ഞറിയിക്കേണ്ടതാണ്. പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല അത് എന്താണെന്നുള്ളത്. അത്രയ്ക്കും നമുക്കെല്ലാം ഒരു നല്ലൊരു ഫീലിങ്സാണ്. അതായത് താപസികളും ഭക്തരുടെയും ഒരു എനർജിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഹിമാലയത്തിൻ്റെ താഴ്വാരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓരോ 12 വർഷത്തിലുമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്തരൊത്തുചേരുന്ന കുംഭമേള നടക്കുന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ്. ഇന്ത്യൻ നഗരങ്ങളിലെ ഏറ്റവും പ്രസിദ്ധി ഉള്ള ഒരു സ്ഥലമാണ് ഹരിദ്വാർ. ഇത് കാണേണ്ടത് തന്നെയാണ്. 6 വർഷം കൂടുമ്പോഴാണ് ഇവിടെ അർത്ഥകുംഭമേള നടക്കുന്നത്. കാണുന്നതാണ്. സംഗമസ്ഥാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 3 നദികളുടെ സംഗമം ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ എല്ലാവരും വളരെ ഭക്തിയോടുകൂടി വന്ന് ഗംഗാതീരത്ത് വന്ന് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതും നമുക്ക് കാണാവുന്നതാണ്. നദികളുടെ മുകളിൽ കൂടെ ഒരു പാലമുണ്ട്. ആ പാലം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ചുറ്റും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ്. ശിവക്ഷേത്രത്തിൻ്റെ ഒരു മണ്ഡപമാണ് ഏറ്റവും ഉയർന്നു കാണുന്നത്. 2 കരയിലും ഗംഗാനദിയുടെ ഇരുകരയിലും ഞങ്ങൾ ഈ സമയത്ത് നല്ല നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഗംഗാജലമെടുത്ത് അതിനെ വന്ദിക്കുന്നത് കാണാം. അതുപോലെ ചക്കയൊക്കെ വരുന്ന, അതായത് മുത്തുകളൊക്കെ നോക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ വീഡിയോയിൽ കാണാം. അതെ, സംഗമസ്ഥാനത്തിൽ 3 സ്ഥലത്തു നിന്ന് 3 നദികൾ വന്ന് ചേരുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഉണ്ടോ? ഈ കാണുന്നൊക്കെ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളാണ്. എല്ലാ സ്ഥലത്തും നിറയെ ക്ഷേത്രങ്ങളാണ്. പിന്നെ ഈ മൺസ്, അതായത് സന്യാസിമാരുടെ ആശ്രമങ്ങൾ, അതും ഇതിൽ കാണാവുന്നതാണ്. നല്ലൊരു കാഴ്ചയാണ്. അത് ഭക്തിനിർഭരമായ ഒരു കാഴ്ചയ്ക്ക് പുറമെ നമ്മൾക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി അവിടെ ചെന്നാൽ കിട്ടുന്നതാണ്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും താമസിക്കാൻ ഒരു ഗംഗ ഹോട്ടൽ എന്ന ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. അവിടെ ചെന്നപ്പോൾ മുതലൊരു നല്ല പോസിറ്റീവ് എനർജിയാണ്. ഇതൊരു ദേവിയുടെ ഒരു പ്രതിമയാണ്. ഇത് ഗംഗാ നദിയിലാണ് നിൽക്കുന്നത്. പാലത്തിലൂടെ ആൾക്കാർ പോകുന്ന കാണാം, വണ്ടികൾ പോകുന്ന കാണാം. ഇവിടെ ഈ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം പുരോഹിതന്മാരവിടെ ഇരിപ്പുണ്ട്. അവരാണ് ഗംഗയിൽ പിതൃക്കൾക്കായിട്ട് പൂജ ചെയ്ത് ആരതി ഗംഗയിൽ ഒഴുക്കുകയാണ് ചെയ്യുന്നത്. വളരെ പുണ്യ നഗരമായ നമ്മുടെ ഭാരതത്തിൻ്റെ മുഖമുദ്രയായ ഈ ഹരിദ്വാർ ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടാകണം. കിട്ടുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ്. നല്ലൊരു ആത്മീയ അനുഭൂതി നൽകുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഹരിദ്വാറിൻ്റെ കവാടം ഒരു വലിയ ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അനേകം ഭക്തരാണ് അങ്ങോട്ട് ഒഴുകി എത്തുന്നത്. വളരെ അവിടെ ഹരിദ്വാർ ചെന്നിട്ടാണ് പിന്നെ ഋഷികേശ്, അതുപോലെ കേദാർനാഥ്, ബദ്രിനാഥ്, ചതുർധാമം യാത്രയ്ക്ക് പോകുന്നത്. അതിൻ്റെ കവാടമാണ് സ്വർഗ്ഗ കവാടം എന്നാണ് പറയുന്നത്. അത് ശരി എനർജി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ശരിയുമായൊരു വളരെ പോസിറ്റീവായിട്ട് എനർജി ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതെന്നാണ്. ഇതാണ് ഗംഗാ ആരതി ഒഴുക്കുന്ന ഗംഗാ ആരതിയല്ല, പിതൃകർമ്മം ചെയ്തിട്ട് അതിൻ്റെ ആരതി
നമ്മൾ ഗംഗയിൽ ഒഴുക്കുകയാണ്. അതാണ് ആ കാണുന്നത്. വളരെ ഭക്തിനിർഭരമായൊരു അന്തരീക്ഷം നമുക്ക് സമേത അനുഭവപ്പെടും. അതെല്ലാവർക്കും അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ആ ഒരു അനുഭൂതി കിട്ടും. വീണ്ടും വീണ്ടും അവിടേക്ക് പോകാൻ നമുക്കൊരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലെ നല്ല മറ്റു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.